മനുഷ്യനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, നമ്മുടെ ബന്ധം കഅബയുമായിട്ടാ. ഒരു സത്യവിശ്വാസികളുടെ ജീവിതം കഅബയുമായിട്ടാ. നിസ്കരിക്കുമ്പോ മാത്രമല്ല കഅബയുടെ നേരെ നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ കഅബാലയത്തിന്റെ നേരെ ഇരുന്ന് വേണം ഓതാൻ. നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ ഖിബലയുടെ നേരെ ഇരുന്ന് വേണം ചെയ്യാൻ. എന്തിനാ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഖിബലയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ മരിക്കാൻ കിടക്കാം, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും എങ്ങനെ കിടത്തുന്നത്? കഅബാലയത്തിന്റെ നേരെയല്ലേ. ഒരാൾ മരിക്കാൻ കിടക്കുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ആ മനുഷ്യരെ ഖിബലയുടെ നേരെയാ കിടത്തുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഖിബലയുടെ നേരെ വേണം കാണാൻ, കഅബാലയം കാണുന്ന രീതിയിൽ. കടന്നുറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ കഅബാലയം കാണുന്ന രീതിയിൽ വേണം കിടക്കാൻ. ആ കഅബാലയത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം കിടക്കാൻ. ഒരാൾ മരിക്കാൻ കിടക്കുക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവനെ അങ്ങനെ കിടത്തുക കഅബാലയത്തിന്റെ നേരെ. മരിച്ച മയ്യത്ത് കിടത്തേണ്ടത് എങ്ങനാ? മരിച്ചു കഴിഞ്ഞു, ആ മനുഷ്യന്റെ മയ്യത്ത് കിടത്തുമ്പോ അപ്പോഴും